മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പുതുക്കിയ ദുരിതാശ്വാസ മാനദണ്ഡവും വിവിധ വകുപ്പുകളുടെ ചുമതലയും സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായധനം നൽകും. നഷ്ടപരിഹാരം 10 ലക്ഷം രൂപയിൽ നിന്ന് ഉയർത്തണമെന്ന നിർദ്ദേശം അംഗീകരിച്ചില്ല. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും വനവകുപ്പിന്റെ തനതു ഫണ്ടിൽ നിന്ന് 6 ലക്ഷം രൂപയും ഉൾപ്പെടെ 10 ലക്ഷം രൂപയാണ് നൽകുന്നത്. മരിക്കുന്നവരുടെ അന്ത്യകർമ്മങ്ങൾക്കായി 10,000 രൂപയും അനുവദിക്കും. പാമ്പ്, തേനീച്ച, കടന്നൽ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിന് 4 ലക്ഷം രൂപ ധനസഹായം നൽകും. മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഉത്തരവ്. വന്യജീവി ആക്രമണത്തിൽ 40% മുതൽ 60% വരെയുള്ള അംഗവൈകല്യത്തിന് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും 74,000 രൂപയും വനം വകുപ്പിൽ നിന്നുള്ള 1,26,000 രൂപയും ഉൾപ്പെടെ 2 ലക്ഷം രൂപയാണ് ലഭിക്കുക. കൈ, കാൽ, കണ്ണ് എന്നിവ നഷ്ടപ്പെട്ടാലും ഈ ധനസഹായം നൽകും. 60%-ൽ കൂടുതൽ അംഗവൈകല്യം സംഭവിക്കുന്നവർക്ക് 2.5 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭിക്കും. ഈ തുക പൂർണ്ണമായും വനവകുപ്പാകും നൽകുക. ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രിവാസം വേണ്ടിവരുന്ന ഗുരുതരമായ പരിക്കേറ്റാൽ 1 ലക്ഷം രൂപ വരെ ധനസഹായം നൽകും. ഒരാഴ്ചയിൽ കുറവാണെങ്കിൽ SDRF-ൽ നിന്ന് 5,000 രൂപ മുതൽ 10,000 രൂപ വരെയാണ് ധനസഹായം. വന്യജീവി ആക്രമണത്തിൽ വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്ന കുടുംബങ്ങൾക്ക് വസ്ത്രങ്ങൾക്കും വീട്ടുപകരണങ്ങൾക്കുമായി 2,500 രൂപ വീതവും അനുവദിക്കും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.